ഹായ് ഗൈസ്, അപ്പോൾ എൻ്റെ ജോലി തിരക്കുന്ന കുറേ ആൾക്കാർക്ക് വേണ്ടി കുഞ്ഞായിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. രാവിലെ ഞാൻ എൻ്റെ കുളിയും മേക്കപ്പും ഒക്കെ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഇപ്പോൾ നമ്മൾ ഗ്രൈൻഡറിൽ അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 8:30 കഴിഞ്ഞു ടൈം. ഓക്കെ, ഞാൻ ടൈം കാണിച്ചു തരാം. ഇവിടെ 8:30 8:40 കഴിഞ്ഞു. ഇതിനു മുമ്പ് നമ്മൾ 1 സ്റ്റെപ്പ് അരി അരച്ച് വാരിയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഗ്രൈൻഡർ ഓടുന്നുണ്ട്. നമ്മൾ നേരെ പോണത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഡസ്റ്റ്ബിൻ കവർ. അപ്പോൾ ഞാനൊരു 1 സ്റ്റെപ്പ് അരി അരച്ച് വാരിയത് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഡസ്റ്റ്ബിന്നാണ്. ഇത് ഡസ്റ്റ്ബിന്നിലോട്ട് നമുക്കൊരു കവർ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കവറൊക്കെ എവിടെയോ വെച്ചു. ഞാൻ ആദ്യം കവർ തപ്പട്ടെ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരു കവർ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിനിടയിൽ ഞാൻ വേറെ കുറച്ച് പണികൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ ചെടികൾക്ക് വെള്ളം ഒഴിച്ചു. പിന്നെ ബെഡ്ഷീറ്റുകൾ കഴുകാനിട്ടു. ബെഡ്ഷീറ്റ് കഴുകി ആയിട്ടുണ്ട്. രാവിലെ തൊട്ട് നമ്മൾ തുടങ്ങുന്ന ഈ പരിപാടിയാണ് കേട്ടോ. അല്ല, നമ്മൾ വെറുതെ വീട്ടിലിരിക്കുന്ന ഒരാളല്ല. ഒരുപാട് പേര് കരുതുന്നത് നമ്മൾ വെറുതെ വീട്ടിലിരിക്കുന്നവരാണ്. പിന്നെ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ചായ ഇടാനാണ്. അപ്പോൾ ഇതിന്ന് കൊണ്ടുവന്ന പാലാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. വേറെ പാലുണ്ട്, അത് ആദ്യം എടുക്കാം. ഇത് ഇന്നലെ കൊണ്ടുവന്ന പാലിൻ്റെ ബാക്കിയാണ്. പിന്നെ നല്ല വെള്ളം പോലത്തെ പാലായതുകൊണ്ട് ഞാൻ ഇതിൽ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. പശുമ്പാൽ കൊണ്ടുവരണതാണ്, നല്ല വെള്ളമാണ്. ഇതിലിനി ഞാൻ വെള്ളം ചേർത്താൽ പിന്നെ ഓടച്ചായ കുടിക്കേണ്ടി വരും. ഇതിൻ്റെ വെള്ളം ഞാൻ ചേർക്കുന്നില്ല. സോ നമ്മുടെ പാല് അങ്ങനെ കിടന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ ഒരു പരിപാടി ചെയ്തിട്ട് വരാം. സോ നമ്മൾ ചായയിൽ 2 തുളസി ഇല പറിച്ചിടാൻ വേണ്ടി തുളസി ഇല എടുക്കാൻ പോയതായിരുന്നു. ഞാൻ എടുത്തു. നമ്മൾ 2 ഏലക്കയും കൂടി ചായയിൽ ഇട്ടിട്ട് കൊടുത്തു. പാല് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ആരയിട്ട് കൊടുക്കാം? തേയിലപ്പൊടി. എനിക്ക് മീഡിയത്തിനെക്കാളും ഇച്ചിരി കൂടി കടുപ്പം വേണം ചായക്ക്. പൊന്തി വരുന്നുണ്ട്, കളയാതെ നമുക്ക് സ്റ്റവ് താഴോട്ടാക്കാം. മീഡിയം അല്ല, ഇച്ചിരി കൂടി മീഡിയത്തിനെക്കാളും ഇച്ചിരി കൂടി കടുപ്പമുള്ള ചായ എനിക്ക് വേണം കേട്ടോ. ഇതൊന്ന് നല്ലതുപോലെ എനിക്ക് തിളക്കട്ടെ. സോ നമ്മുടെ ചായ അടിപൊളിയായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഞാൻ ഈ തുളസിയില മാക്സിമം ഇടും കേട്ടോ. വെള്ളത്തിലും ഇടും, ചായയിലും ഇടും. വേറൊന്നും കൊണ്ടല്ല. ഇനി ഇഞ്ചി എന്തോ ഇഷ്ടമല്ല, ഇഞ്ചി ചായ ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഞാൻ. മസാല ചായ ഇഷ്ടമല്ല. ഇതൊക്കെ ഉണ്ടാക്കാനറിയാം, പക്ഷെ ഇഷ്ടമല്ല. ഉള്ളി, ഏലക്ക, തുളസി. ഓക്കെ, തീരെ കടുപ്പം കുറഞ്ഞ ചായ ഇഷ്ടമല്ല. പണ്ട് വെറും ലൈറ്റായിട്ട് ചായ കുടിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഇച്ചിരി കടുപ്പം കണ്ടാൽ ഞാൻ പാലിൽ വെള്ളം ഒഴിക്കാഞ്ഞിട്ട് പോലും ആ പാല് വെറും വെള്ളം പോലെയാണ് കിടക്കണേ. അതാണ് ഇവിടുത്തെയൊക്കെ പാലിൻ്റെ ഗുണം. സോ ഇതാണ് എൻ്റെ ചായയുടെ നിറം. ഈ ചായക്ക് നല്ല മണമാണ്, ഗുണവുമാണ്. ഞാനപ്പോൾ ഇതിൽ ആവശ്യത്തിന് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. സോ മൈ ടീ റെഡി. ചായ റെഡി. ചായ കുടിക്കുന്നതിന് മുമ്പ് ഗ്രൈൻഡറിൻ്റെ സൈഡിലുള്ള അരിയും ഇതൊക്കെ ഒന്നിങ്ങനെ ആക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇത് അരയാതിരിക്കും. അരിയും പാകം അതുപോലെ ഇതെവിടെ നടുക്ക് ഈ കല്ലിൻ്റെ സൈഡിലൊക്കെ. നമ്മളിത് വീട്ടിലേക്കാണെങ്കിൽ നമുക്ക് എളുപ്പമാണല്ലോ, ഇച്ചിരി അരച്ചാൽ മതി. പക്ഷേ ഇത് കടയിലത്തേക്കാവുമ്പോഴേ നമുക്ക് അരയ്ക്കാനും കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് അറ്റത്തുനിന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിൽ തുപ്പലിഡ്ലി അല്ല പേടിക്കണ്ട കേട്ടോ. തുപ്പിയിട്ടൊന്നുമില്ല. നല്ല ഭംഗിയായിട്ട് നമുക്ക് അരച്ചു കൊടുക്കാം. ഇതിലൊക്കെ ഇച്ചിരി വെള്ളം ചേർക്കണം. ഞാൻ വെള്ളം എടുക്കട്ടെ. സോ ഇച്ചിരി വെള്ളം ചേർത്ത് പിടിക്കുന്നുണ്ട്. അറിയട്ടെ, ഞാൻ അവിടെ കിടന്നറിയണം. ഓക്കെ, ഇദ്ദേഹം അരയട്ടെ, ഞാൻ ചാടിക്കട്ടെ. സോ ഇപ്പം ഞാനിവിടെ നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ, ഹോളിൽ ഗേറ്റിൻ്റെ അവിടെ, ഡോറിൻ്റെ അവിടെ ഇരുന്നിട്ട് നമ്മുടെ വിളക്ക് വയ്ക്കുന്ന ഏരിയയാണിത്. അവിടെ കുറച്ച് പുതിയ പാത്രങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കടയ്ക്ക് ആവശ്യമുള്ളതാണ്. വിളക്കുപ്പൊക്കെ രാവിലെ കഴിഞ്ഞു. ചായ കുടിച്ചിട്ട് വരാം. നിങ്ങളെല്ലാവരും ചായ കുടിക്കാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഇന്നിനി വേണ്ട. ഇനിയിപ്പോൾ മൺഡേ ആയതുകൊണ്ട് വ്രതമാണ്. ഞാൻ ചായ കുടിച്ചോട്ടെ.